ഹലോ ഫോക്സ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് വൃത്തിയാക്കാൻ അറിയാം? ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കാണാം. ഇതാണ് ഇന്ന് നമ്മളുടെ ഹീറോ. അത്യാവശ്യം വലിയ ചെമ്മീൻ, കൊഞ്ചാണ്, ചെമ്മീനാണ്. നെക്സ്റ്റ് വൺ എടുത്തിട്ട് വൃത്തിക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അമ്മയാണ് ചെയ്യുന്നത്. തലഭാഗം ആദ്യം കളയുക, എന്നിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ പറിച്ച് കളഞ്ഞിട്ട് വാൽഭാഗവും കളയണം. എന്നിട്ട് മെയിൻ ഒരു സംഭവമുണ്ട്, അതായത് നടുക്കൊരു നാരുണ്ടാവും കറുത്ത, അത് ഈ കാണുന്നതാണ്. അത് കളയണില്ലെങ്കിൽ ചിലപ്പോൾ വയറ് വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെന്തായാലും നിർബന്ധമായിട്ട് കളയണം. എന്നിട്ട് വൃത്തിയായി വെച്ചിട്ട് നോക്കുക. തല ഇങ്ങനെ കളയുക, തോട് തൊലിച്ചെടുക്കുക, വാല് കളയുക, അതേപോലെ നടുക്കത്തെ നാര് കളയുക. കറുത്ത നാരായിരിക്കും. ചെറിയ ചെമ്മീനത് പ്രശ്നമില്ലാന്ന് തോന്നുന്നല്ലേ? ചെറിയ ചെമ്മീനാണെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷെ അത്യാവശ്യം കറി വെക്കുന്ന ടൈപ്പ് വലിയ ചെമ്മീനാണെങ്കിൽ നമ്മൾ എന്തായാലും കളയണം, ഇല്ലെങ്കിൽ അത് വയറ് വേദന എടുക്കുന്ന പറയാറ്. ഇതാണ് നാര്. നാരൊക്കെ കളഞ്ഞ് ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷം നല്ല വൃത്തിക്ക് വെള്ളമൊഴിച്ചിട്ട് കഴുകുക. കുറച്ച് 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകുക. വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ നമ്മളത് ഉപ്പിട്ട് കഴുകണം. സോപ്പൊന്നിട്ട് കഴുകാൻ പാടില്ല. കുട്ടികൾ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമ്മൾ മീൻ കഴുകൽ ഉപ്പിട്ടിട്ടാണ്. ഓക്കെ, ഉപ്പിട്ടിട്ട് 2-3 പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമ്മളത് മാരിനേറ്റ് ചെയ്യാൻ വെക്കും. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിടും. പിന്നെ മുളക് പൊടി, അല്ലെങ്കിൽ പറങ്കിപ്പൊടിയും നമ്മൾ കണ്ണൂർക്കാർ പറയും. ആ പറങ്കിപ്പൊടി, മുളക് പൊടി ഇടും. ഉപ്പ് ഇട്ടിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം യൂസ് ചെയ്യാം. വൃത്തിയാക്കി ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കറികളൊക്കെ ചെയ്യുമ്പോൾ വേഗം യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ടെങ്കിൽ പൊതുവേ എല്ലാവരും കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം മസാല ചേർക്കുന്നത് കാണാം. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാറ്.